സിനിമാ ചരിത്രത്തിൽ പുതിയ പരീക്ഷണങ്ങളുടെ ഘട്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഉറപ്പായും രേഖപ്പെടുത്തി വെച്ചൊരു പേര് ആഷിഖ് അബു. മഹാരാജാസിന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ സ്വപ്നമായി മനസ്സിൽ കയറിയ ഒരു ആഗ്രഹം. ഏതൊരു കൊച്ചിക്കാരനെയും പോലെ മഹാരാജാസുകാരനെയും പോലെ ഉള്ളിൽ മുളപൊട്ടിയ സ്വപ്നം സിനിമ. ആ സ്വപ്നം പിന്നീട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് വ്യത്യസ്തമായ ഒരു പിടി സൃഷ്ടികളാണ്. കോളേജ് കാലഘട്ടത്തിൽ തന്നെ നാടകങ്ങളിൽ സജീവമായിരുന്ന ഒരു കൗമാരക്കാരൻ, നാടകങ്ങൾക്കൊപ്പം കൂട്ടായി കിട്ടിയ ചില സൗഹൃദങ്ങൾ, ഒരുമിച്ച് IFFK ഓർമ്മകളിൽ കണ്ടുതീർത്ത ലോക സിനിമകൾ, നാടകങ്ങളിലെ കലാലയങ്ങളിലെ സൗഹൃദങ്ങൾ സിനിമയിലും തുടർന്നു. അതെ, മഹാരാജാസ് കോളേജിലെ 5 പൂർവ്വ വിദ്യാർത്ഥികൾ അൻവർ റഷീദ്, ആഷിഖ് അബു, അമൽ നീരദ്, സമീർ താഹിർ, ഷൈജു ഖാലിദ്. ഇവർ 5 സുന്ദരികൾ എന്ന മലയാളം സിനിമ നിർമ്മിക്കാൻ കൈകോർത്തപ്പോൾ അത് സർഗാത്മകതയുടെ ചുവടുവെപ്പ് മാത്രമല്ല, ഏകദേശം 2 പതിറ്റാണ്ട് നീണ്ടുനിന്ന സൗഹൃദത്തിന്റെ ആഘോഷം കൂടിയായിരുന്നു. ക്യാമ്പസ് ജീവിതത്തിനൊടുവിൽ സിനിമയിലേക്ക് ഉറപ്പിച്ച ആഷിഖ് അബു സുഹൃത്തുക്കൾക്കൊപ്പം തന്റെ ആദ്യ സിനിമ ചെയ്തു, ഒരു കൊച്ചു സിനിമ. പിന്നീട് ചെറിയ ചെറിയ പരസ്യചിത്രങ്ങളിലും മ്യൂസിക് വീഡിയോകളിലും പ്രവർത്തിച്ച ആഷിഖ് ആദ്യമായി അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തത് കമലിനൊപ്പമായിരുന്നു. ആഷിഖ് അബു എന്ന ചെറുപ്പക്കാരന്റെ സിനിമാ സ്വപ്നങ്ങളിലേക്കുള്ള ചിറകുമുളയ്ക്കുന്നത് അവിടെ നിന്നാണ്. ആദ്യമായി AD ആയി പ്രവർത്തിച്ച സിനിമ സ്വപ്നക്കൂട്. പിന്നീട് കമലിനൊപ്പം സിനിമയെന്ന വലിയ ലോകത്തിൽ പിച്ചവെച്ച് നടന്ന 5.5 വർഷങ്ങൾ. അങ്ങനെ ആ അനുഭവ സമ്പത്തുമായി ആഷിഖ് അബു 2009 സ്വതന്ത്ര സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. തന്റെ ആദ്യ സിനിമയിൽ മമ്മൂട്ടി തന്നെ നായകനാവണം എന്നാഗ്രഹിച്ച ആ ചെറുപ്പക്കാരൻ മമ്മൂക്കയെ വെച്ച് തന്നെ ഡാഡി കൂൾ എന്ന തന്റെ ആദ്യ ചിത്രം ചെയ്തു. പിന്നീട് 2011 ശ്യാം പുഷ്കറിനൊപ്പം ചേർന്ന് ഒരു ദോശയുണ്ടാക്കിയ കഥ പറഞ്ഞ സോൾട്ട് ആൻഡ് പെപ്പർ. മലയാള സിനിമയുടെ മാറ്റങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ സോൾട്ട് ആൻഡ് പെപ്പറിനെ എങ്ങനെയാണ് വിസ്മരിക്കാൻ കഴിയുന്നത്? മുൻ ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തന്റെ അടുത്ത സിനിമ ചെയ്യാൻ ആ സംവിധായകൻ ശ്രദ്ധിച്ചിരുന്നുവെന്ന് പ്രണയവും ചതിയും പ്രതികാരവും പറഞ്ഞ 22 ഫീമെയിൽ കോട്ടയം കാണുന്ന ഓരോ പ്രേക്ഷകനും മനസ്സിലാകും. കേരളം നിപ്പയെ അതിജീവിച്ച കഥ പറഞ്ഞ വൈറസ്, പിന്നീട് വന്ന മായാനദി, സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ഇടുക്കി ഗോൾഡ്, ഡാത്തടിയ, ഇങ്ങനെ നീളുന്നു അദ്ദേഹത്തിന്റെ ഹിറ്റുകളുടെ നിര. സംവിധായകനായി മാത്രമല്ല ആഷിഖ് അബുവിന്റെ സിനിമാ സാന്നിധ്യം. അന്നയും റസൂലും, ഇയോബിന്റെ പുസ്തകം തുടങ്ങിയ ചില ചിത്രങ്ങളിലൂടെ അഭിനയത്തിലും അദ്ദേഹം തന്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. താൻ നിർമ്മിക്കുന്ന സിനിമ പോലും മലയാള സിനിമയിലെ വ്യത്യസ്തമായ ഒരു തലം പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു കാണിക്കണമെന്ന മോഹത്തിൽ നിന്നാവാം 2016 അദ്ദേഹം മഹേഷിന്റെ പ്രതികാരം എന്ന സിനിമ നിർമ്മിക്കുന്നത്. വിജയമോ പരാജയമോ, തന്റെ പേര് എഴുതിക്കാട്ടുന്ന ഓരോ സിനിമകൾക്കും അതിൻ്റെതായ ഒരു വ്യത്യസ്തത നൽകാൻ, പുതിയ മാറ്റങ്ങളെ പ്രേക്ഷകന് പരിചിതമാക്കാൻ, സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കൂടി ചേർത്തു പിടിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആഷിഖ് അബുവിന്റെ സിനിമകളെല്ലാം തന്നെ എവിടെയൊക്കെയോ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി നമുക്ക് തോന്നാം. ഇന്ന് വിജയരാഘവനും ദിലീഷ് പോത്തനുമൊപ്പം ഒരു പിടി പ്രിയപ്പെട്ട കഥാപാത്രങ്ങളുമായി തന്റെ ഏറ്റവും പുതിയ ചിത്രം റൈഫിൾ ക്ലബ് റിലീസിനൊരുങ്ങി നിൽക്കുമ്പോൾ ഓരോ പ്രേക്ഷകനും പ്രതീക്ഷയ്ക്കപ്പുറം നിൽക്കുന്ന വിശ്വാസം അത് ആഷിഖ് അബു എന്ന പേരിൽ തന്നെയാണ്. റാപ്പർ ഹനുമാൻ കൈൻഡിന്റെ അഭിനയത്തിലേക്കുള്ള അരങ്ങേറ്റവും അനുരാഗ് കശ്യപിന്റെ മലയാള സിനിമയിലേക്കുള്ള അരങ്ങേറ്റവും റൈഫിൾ ക്ലബ് എന്ന ചിത്രം അടയാളപ്പെടുത്തുമ്പോൾ സ്വന്തം ചിത്രത്തിന് സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും റോളിനൊപ്പം ഛായാഗ്രഹണം കൂടി ആഷിഖ് അബു നിർവഹിക്കുന്നു എന്നത് കൂടുതൽ അടയാളപ്പെടുത്തലുകളിലേക്കുള്ള ശരങ്ങൾ തന്നെയാണ് ആഷിഖ് അബു എന്ന സംവിധായകൻ തന്റെ ആവനാഴിയിൽ പ്രേക്ഷകർക്കായി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നതിന്റെ സൂചനയാണ്. പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ, ആശംസകൾ നേർന്നുകൊണ്ട് കാത്തിരിക്കാം ആഷിഖ് അബു എന്ന സംവിധായകന്റെ റൈഫിൾ ക്ലബിനായി.